കാലടി മഞ്ഞപ്ര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ AP വർഗീസ് സ്മാരക ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവ് അരീക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഥാകൃത്തും ചരിത്രകാരനുമായ വർഗീസ് അങ്കമാലി ചരിത്രം ഉറങ്ങുന്ന അങ്കമാലി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കാലടി മഞ്ഞപ്ര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ AP വർഗീസ് സ്മാരക ഹാളിൽ വെച്ച് ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. സാംസ്കാരിക വേദിയുടെ 40ാമത്തെ പ്രതിമാസ പരിപാടി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അവർ സ്വയം ഉയർത്തപ്പെടാനും മറ്റുള്ളവരുടെ മുമ്പിൽ അവരാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നതെന്നും അവരാണ് ചരിത്രത്തിലെ വിധാതാക്കളെന്നും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാ മനുഷ്യരിലുണ്ട്. ചരിത്രത്തെ ആരാണോ ചരിത്രത്തെ എഴുതുന്നത്, ആരാണോ ചരിത്രം പ്രസംഗിക്കുന്നത്, അത് അവരുടെ മനോഗതവും അവരുടെ മാനസിക വ്യാപാരവും അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ മതപശ്ചാത്തലവും അവർ ജീവിച്ച സാഹചര്യങ്ങൾക്കൊക്കെ അനുസൃതമായി. സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവ് അരീക്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്തും ചരിത്രകാരനുമായ വർഗീസ് അങ്കമാലി ചരിത്രം ഉറങ്ങുന്ന അങ്കമാലി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. അങ്കമാലിയിലെ പൗരാണിക ക്രൈസ്തവരുടെ ഉത്ഭവം, വളർച്ച, അങ്കമാലിയിലെയും പരിസര പ്രദേശങ്ങളായ കാലടി, മഞ്ഞപ്ര, മലയാറ്റൂർ, മൂയിക്കുളം, കാഞ്ഞൂർ, എളവൂർ, നായത്തോട്, അകപ്പറമ്പ്, കോതകുളങ്ങര, കൊറ്റമം എന്നീ സ്ഥലങ്ങളുടെയും ഈ സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻ പള്ളികളുടെയും ക്ഷേത്രങ്ങളുടെയും ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും വർഗീസ് അങ്കമാലി തന്റെ പ്രഭാഷണത്തിൽ വിശദീകരിച്ചു. സെക്രട്ടറി വിജയലക്ഷ്മി ചന്ദ്രൻ, ഫാദർ തങ്കച്ചൻ അരീക്കൽ, കവി ഡോക്ടർ സുരേഷ് മൂക്കന്നൂർ, വ്യവസായ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ TS ചന്ദ്രൻ, TP തോമസ്, സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് നോബി കുഞ്ഞപ്പൻ, ജോയിന്റ് സെക്രട്ടറി TP കുര്യാക്കോസ്, സന്തോഷ് പുതുവാശ്ശേരി, വർഗീസ് മോളശ്ശേരി, KA എൽദോ, PM പൗലോസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുരാതന ക്രൈസ്തവരുടെ ഒരു കേന്ദ്രമായിരുന്നു അങ്കമാലി. അപ്പൊ നമുക്കറിയാം, വിദേശ ബിഷപ്പുമാര് മാർ എബ്രഹാം അവരെയൊക്കെ കല്ലറ നമ്മുടെ ഹോർമിസ് ചർച്ച് കിഴക്കേപ്പള്ളി എന്ന് പറയുന്നത് അവിടെയാണ് അദ്ദേഹം സംസ്കരിച്ചിരുന്നത്. ആ പള്ളി പുനരുദ്ധാരണ സമയത്താണ് അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിന്ന് റിലീക്സ് അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പൊ ക്രിസ്ത്യൻസ് വലിയ പ്രാധാന്യമുള്ള പള്ളികളും എടുത്ത് പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാലടി. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കുന്നു.